Good afternoon. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. ഇപ്പൊ നമ്മളിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനോ ഓക്കെ ആണോ എന്ന് അതും കൂടി ഒന്ന് നോക്കിയേ. ഷെയർ ചെയ്തിട്ടേക്കുന്ന സ്ക്രീൻ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇത് നിങ്ങളുടെ രണ്ടാമത്തെ ക്ലാസ് ആണല്ലേ? ഇന്നലെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയല്ലേ? ഇനി എന്റെ പേര് രമ്യ എന്നാണ് കേട്ടോ. ആദ്യം തന്നെ ഒന്ന് പേര് പറയട്ടെ. അപ്പൊ നിങ്ങളെ നേരിട്ട് കാണുന്നില്ലല്ലോ. നിങ്ങളുടെ സ്ക്രീനിലൂടെ നിങ്ങളുടെ പേരുകൾ മാത്രമേ ഞങ്ങൾ ഇവിടെ കാണുന്നുള്ളൂ. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? സാന്ദ്ര, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും നെറ്റിന്റെ കുറച്ച് പേര് ചിലർക്ക് ഇല്ല. നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിയില്ല. ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട് അല്ലേ? അപ്പോ എന്താ പറയാ, ഇവിടെ നിങ്ങൾ ഡയറക്റ്റ് നമുക്ക് പരിചയമൊന്നുമില്ല. നിങ്ങളുടെ പേരുകളിലൂടെയാണ് ഇനിയിപ്പോ നിങ്ങളെ അറിയുന്നത്. അപ്പോ നമ്മളെ ക്ലാസ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എന്റെ പേര് രമ്യ എന്നാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഓരോ ടീച്ചേഴ്സിന്റെയും പേരുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക. നമുക്ക് ക്ലാസ് ഇന്നായിരിക്കും കേട്ടോ. ട്യൂസ്ഡേ ആണ്. ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ ക്ലാസ്. എന്റെ ക്ലാസ് കേട്ടോ. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ക്ലാസ്. അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ അന്നന്ന് എടുക്കുന്ന പോർഷൻസ് ആദ്യം തന്നെ പറയട്ടെ. അന്നന്ന് എടുക്കുന്ന പോർഷൻസ് കറക്റ്റ് ആയിട്ട് തന്നെ വായിച്ച് പഠിച്ചു വെക്കുക. നമ്മൾ എടുക്കുമ്പോൾ അപ്പൊ തന്നെ ഇമ്പോർട്ടന്റ് നിങ്ങളോടൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. അത് ക്ലിയർ ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് എടുക്കുക കേട്ടോ. വലിയൊരു ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. രണ്ടാമത്തെ ചാപ്റ്റർ ഒരു വലിയൊരു ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് പഠിക്കാനിരിക്കാതെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചെയ്യൂലേ, അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് അന്നന്ന് എടുക്കുന്നത് അന്നന്ന് തന്നെ വായിച്ചു വെക്കുക. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലൊക്കെ എല്ലാവരും കയറിയവരല്ലേ? നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിശാമാം നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ് തന്നു. അപ്പൊ അതിനകത്ത് കയറിയ ആളുകളൊക്കെയാണ് ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാം അല്ലെ? ഇനിയിപ്പോ നിങ്ങൾ പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ആരും സംശയം കൂടാതെ തന്നെ അപ്പൊ തന്നെ മെസ്സേജ് ചെയ്തിടാം കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും ഞാൻ ഇവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാണ്. വെച്ചാൽ നിങ്ങൾ ലൈവിൽ കയറുന്നവരെക്കാൾ കൂടുതൽ ഒത്തിരി കുട്ടികൾ റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ട്. അപ്പൊ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവാത്ത രീതിയിൽ ക്ലാസ് ഇവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ തമ്മിലുള്ള ഒരു നമുക്ക് മെസ്സേജിലൂടെ നമുക്ക് കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എന്താ പറയാ, മെസ്സേജ് അപ്പൊ തന്നെ ചെയ്ത് നോക്കുക. ഇനി ക്ലിയർ ആയോര് തമ്പ് ചെയ്തില്ലെങ്കിൽ പോലും ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പറയുക, മിസ്സേ അത് ക്ലിയർ അല്ല, ഒന്നുകൂടി പറയാട്ടോ. ഓക്കെ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് കൃത്യമായിട്ടും അത് ഫോളോ ചെയ്യണം. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ആഴ്ചയിൽ ഒരു ക്ലാസ്സേ കാണുന്നുള്ളൂ. ഈ ആഴ്ച പഠിച്ച് ഇത്രയും നമ്മൾ പഠിച്ചു വെച്ച കാര്യം ഇനി ഇന്ന് നോക്കാതിരുന്നാൽ നമ്മൾ കുറച്ച് മറക്കും. നാളത്തേക്ക് ആവുമ്പോൾ കുറച്ചുകൂടി മറക്കും അല്ലെ? അടുത്ത ദിവസം ആവുമ്പോൾ കുറച്ചുകൂടി മറക്കും. അപ്പൊ അടുത്ത ആഴ്ച ആവുമ്പോൾ ഫുള്ള് മറന്നു പോകും. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും ചെയ്യൂലേ കറക്റ്റ് ആയിട്ട്. പിന്നെ നമുക്ക് എക്സാമിന് നല്ല കൂളായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം. പേടിക്കൊന്നും വേണ്ട. നമ്മൾ കറക്റ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് എല്ലാവരും മിടുക്കികളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പഠിച്ച് നമുക്ക് കോഴ്സ് നമുക്ക് തീർക്കണം അല്ലെ? അതുകൊണ്ട് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ റെഗുലർ ആയിട്ട് വായിച്ച് വെക്കുക, ഒന്നാമത്തെ കാര്യം. ഓക്കെ. പിന്നെ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് വേഗമൊക്കെ തമ്പ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് വേഗം അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഓക്കെ, എന്നാൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ പേര് രമ്യ എന്നാണ് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ എടുക്കുന്ന ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. എന്താണ് ചാപ്റ്ററിന്റെ പേര്? റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഇനി അറിയില്ലാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ, കുറെ നാള് ക്ലാസ് ഒക്കെ എന്താ പറയാ കണ്ടിന്യൂഷൻ ഇല്ലാതെ വീട്ടിലൊക്കെ അമ്മമാരോ ഒക്കെ ജോലിയൊക്കെ ചെയ്ത് വീട്ടിലിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ എന്റെ ആദ്യത്തെ 1-2 ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഇത് തോന്നാം. കുഴപ്പമില്ല, അത് കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്ത് പോരും. അപ്പൊ എന്തെങ്കിലും അറിയില്ലാത്തത് ഉണ്ടെങ്കിൽ ആരും മടി വിചാരിക്കേണ്ട. നിങ്ങളുടെ
ടെക്സ്റ്റില് ഒന്ന് മലയാളത്തിൽ എഴുതി വെച്ചേക്കാം കേട്ടോ. ഇനി നമുക്ക് വായിക്കാനും ഇപ്പം മനസ്സിലാവാൻ വേണ്ടിയാണ് റിക്രൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നിയമിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്, നിയമന പ്രക്രിയ. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചാണെങ്കിലും നമുക്ക് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഓർഗനൈസേഷന്റെ ഒരു തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങള് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഒരു ജോബ് വേക്കൻസി വന്നു, അതൊരു അസിസ്റ്റന്റ് മാനേജറിന്റെ ഒഴിവുണ്ട്, അത് ഫില്ല് ചെയ്യണ്ടേ അല്ലെ? ആ പ്രോപ്പർ ആയിട്ട് ഓർഗനൈസേഷന്റെ പ്രവർത്തനത്തിന് ആ ജോബ് വേക്കന്റ് ആയിട്ട് തന്നെ കിടന്നാൽ മതിയോ? അല്ലെ? എന്തെങ്കിലും അവര് റിട്ടയർഡ് ആയിട്ട് പോയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവിടെ ഒരു വേക്കൻസി വരുവാണെങ്കിൽ ഉടനടി തന്നെ നമുക്ക് എന്തായാലും ആ വേക്കൻസി ഫില്ല് ചെയ്യണം. അപ്പൊ അതിലേക്ക് നമ്മൾ ആ പോസ്റ്റിലേക്ക് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ്സിനെ നമ്മൾ തിരഞ്ഞെടുത്ത് ആ ഒരു പോസ്റ്റ് ഫില്ല് ചെയ്യാണ്. അതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. എന്താണ്? നിയമനം, റിക്രൂട്ട്മെന്റ്. സെലക്ഷൻ. സെലക്ഷൻ എന്ന് പറഞ്ഞ എന്താ? ഇപ്പൊ നമ്മളൊരു എത്രയാ ഒരു സ്ഥാപനത്തില് വേക്കൻസി ഉണ്ടെന്ന് നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് വഴിയൊക്കെ അറിയാണ്. ഒരു 100 പേര് അവിടെ 100 അല്ലെങ്കിൽ ഒരു 10 വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളിവിടെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്ത് 10 പേര് മാത്രമാണ് ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുള്ളൂ. ആണോ? ഒത്തിരി കുട്ടികൾ അത് അപ്ലൈ ചെയ്യും. അതിന്റെ എബിലിറ്റി ഉള്ള കുറെ കുട്ടികൾ അതിലേക്ക് അപ്ലൈ ചെയ്യും അല്ലെ. അപ്പൊ അതായത് 100 പേര് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. നമുക്ക് 10 പേര് മതി. അപ്പൊ 10 പേരെ എങ്ങനെയാ നമ്മള് സെലക്ട് ചെയ്യുന്നു, തെരഞ്ഞെടുക്കുന്നു. അതിൽ നിന്ന് തെരഞ്ഞെടുക്കുക. എങ്ങനെയുള്ളവരെയാ തെരഞ്ഞെടുക്കുന്നത്? എങ്ങനെയുള്ളവരെ ആയിരിക്കും? അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളവർ അല്ലെ, ഏറ്റവും കൂടുതൽ എബിലിറ്റി ഉള്ളവരെ അല്ലെ, എക്സ്പീരിയൻസ് ഉള്ളവരെ അവരെയൊക്കെ അതിൽ നിന്ന് ആ മൊത്തം ആപ്ലിക്കേഷനിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. രണ്ടിന്റെ മീനിങ് മനസ്സിലായോ? റിക്രൂട്ട് ചെയ്യാന്ന് വെച്ചാൽ അതിലേക്ക് നിയമിക്കുക എന്നുള്ളത് കേട്ടോ. സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ കുറെ ആപ്ലിക്കേഷൻസിൽ നിന്ന് ആ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ രണ്ട് കാര്യങ്ങളും? ഓക്കെ ആണോ? യെസ്. അപ്പൊ അതൊന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. പുതിയതായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ബികോം ഇതൊക്കെ കഴിഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് പേപ്പറായിട്ട് പഠിക്കുന്നുണ്ട് അല്ലെ. HR-ൽ നമുക്ക് പഠിക്കുന്നുണ്ട്, റിക്രൂട്ട്മെന്റ് സെലക്ഷനൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത കുട്ടികൾ ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ആണെങ്കിലും എന്താ പറയാ, നമുക്ക് ഇവരോടൊപ്പം തന്നെ നമുക്ക് എത്തണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യണം. അതായത് നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ആണ്, നമുക്ക് അറിയാവുന്ന രീതിയിൽ നോട്ട് ചെയ്യുക. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നിയമനം എന്നാണ് പറയുന്നത്. ഓക്കെ, നിയമിക്കുക, റിക്രൂട്ട്മെന്റ് പ്രോസസ്. ഒരു വേക്കൻസി ഫില്ല് ചെയ്യാൻ അതിലേക്ക് ആളുകളെ, പുതിയതായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിയമിക്കുന്നതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നോക്കിയേ, റിക്രൂട്ട്മെന്റ്. കോൺസെപ്റ്റ് ഓഫ് റിക്രൂട്ട്മെന്റ്. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആശയം. റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള ഒരു ആശയം എന്താണ്? ഓക്കെ, റിക്രൂട്ട്മെന്റ് നോക്കാം. ഫസ്റ്റ് സെന്റൻസ് തന്നെ നോക്കുക. റിക്രൂട്ട്മെന്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ്. ഫൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? കണ്ടെത്തുക. കണ്ടെത്തുക. എന്താണ് കണ്ടെത്തുന്നത്? ഫൈൻഡിങ് ഔട്ട് പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്. പ്രോസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ വരാനിരിക്കുന്ന, എക്സ്പെക്റ്റഡ് പ്രതീക്ഷിക്കുന്ന കാൻഡിഡേറ്റ്സ്. നമ്മൾ ഇനി കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുകയാണ്. ഫൈൻഡിങ് ഔട്ട് പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ്. എന്തിനു വേണ്ടിയാ കണ്ടെത്തുന്നത്? ഫോർ ഫില്ലിങ്. ഫില്ല് ചെയ്യാൻ. എന്ത് ഫില്ല് ചെയ്യാൻ? ആക്ച്വൽ ഓർ പ്രൊജക്റ്റഡ് വേക്കൻസി ഇൻ ആൻ ഓർഗനൈസേഷൻ. അപ്പൊ ആ ഓർഗനൈസേഷൻ, ആ ഒരു സ്ഥാപനത്തിന് നിലവിൽ ഒഴിവുണ്ടാകാം അല്ലെ, ആ ഒഴിവ് ഫില്ല് ചെയ്യാൻ. അല്ലെങ്കിൽ ആ പ്രൊജക്റ്റഡ് വേക്കൻസി എന്ന് പറയുന്നത് വരും വർഷങ്ങളിൽ ഇനി ഒഴിവുണ്ടാവാൻ സാധ്യതയുള്ളതല്ലേ. ഇനി നമ്മൾ ഇനിയിപ്പോ എന്താ പറയാ, അടുത്ത വർഷത്തേക്ക് അവിടെ കുറച്ച് ഒഴിവുകൾ ഉണ്ടാവാം. അങ്ങനെയുള്ളത് വരാനിരിക്കുന്ന ഒഴിവുകളാണ് കേട്ടോ പ്രൊജക്റ്റഡ് വേക്കൻസി എന്ന് പറയുന്നത്. വരും വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന തൊഴിൽ മേഖല ഏതൊക്കെയാണ്? അതാണ് പ്രൊജക്റ്റഡ് വേക്കൻസി എന്ന് പറയുന്നത്. അതായത് വരാനിരിക്കുന്ന ഒഴിവിലേക്കും ഇപ്പോ യഥാർത്ഥത്തിലുള്ള ഒഴിവിലേക്കും അവിടെ നമ്മൾ കാൻഡിഡേറ്റ്സിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്
സ്റ്റാർട്ടിങ്ങിന്റെ എക്സ്പ്ലെയിൻ അതാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ്. ഇനി വരാനിരിക്കുന്ന കാൻഡിഡേറ്റ്സിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആക്ച്വൽ ആയിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ഈ പ്രൊജക്റ്റഡ് വേക്കൻസി, വരാനിരിക്കുന്ന വേക്കൻസി, ആ ഒരു സ്ഥാപനത്തിന് വരാനിരിക്കുന്ന വേക്കൻസിയിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള വേക്കൻസിയിലേക്ക് ഫില്ല് ചെയ്യാൻ അതിന് അനുയോജ്യമായ ആളുകളെ കണ്ടെത്തുന്ന, കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിക്കുന്ന ആ പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. നിങ്ങൾക്ക് അറിയാലോ, ഒബ്ജക്റ്റീവ് ആണ്, നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഓപ്ഷൻസ് ഉണ്ടാവും അവിടെ. അപ്പൊ ഇവിടെ ചോദിക്കാം ഡാഷ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ്, ആ സെന്റൻസ് അതുപോലെ തന്നെ ചോദിക്കാം കേട്ടോ. അപ്പൊ എന്താണ് പറയുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥാപനത്തില് ഒഴിവുള്ള, യഥാർത്ഥത്തിലും വരാനിരിക്കുന്ന വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് അതിനുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിക്കുന്ന പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ്. അണ്ടർലൈൻ ചെയ്തോ ഫസ്റ്റ് സെന്റൻസ് എല്ലാവരും? ഓക്കെ, അണ്ടർലൈൻ ചെയ്തില്ലേ? യെസ്. ഇനി നോക്കിയേ, റിക്രൂട്ട്മെന്റ് enable the organization to obtain the number and the type of individual required for its continuous working. റിക്രൂട്ട്മെന്റ് enable എന്ന് വെച്ചാൽ പ്രാപ്തമാക്കുക, ഈ സാധ്യമാക്കുക. എന്താണ് പ്രാപ്തമാക്കുന്നത്? the organization to obtain, ആ ഒരു സ്ഥാപനത്തിന് അത്രയും എണ്ണം ആളുകൾ വേണ്ടേ, നമ്പർ വേണ്ടേ? ഇപ്പൊ ഒരു 10 വേക്കൻസി ഉണ്ട്, ആ 10 പേരെ വേണ്ടേ, നമ്പർ വേണ്ടേ, അത്രയും എണ്ണം ആളുകൾ വേണം. ആൻഡ് ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽ, അതേ ടൈപ്പ്, ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ അതിന് ആപ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന് എബിലിറ്റി ഉള്ള, കഴിവുള്ള, അതേ ക്വാളിഫിക്കേഷൻ ഉള്ള അത്രയും ടൈപ്പ് ഇൻഡിവിജ്വലിനെയും അത്രയും എണ്ണം ആളുകളെയും ആ നമ്മള് കിട്ടുന്നതിന് വേണ്ടി റിക്രൂട്ട്മെന്റ് ആ ഒരു ഓർഗനൈസേഷന്റെ കണ്ടിന്യൂസ് വർക്കിങ്ങിന് ഉണ്ടോ, റിക്വയർഡ് ഫോർ ഇറ്റ്സ് കണ്ടിന്യൂസ് വർക്കിംഗ്, അതിന് വേണ്ടിയിട്ട് ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് സാധ്യമാക്കുന്നു. അങ്ങനെ അത്രയും എണ്ണം കാൻഡിഡേറ്റ്സിനും അതേ ടൈപ്പ് ഇൻഡിവിജ്വലിനെ ലഭിക്കുന്നതിന് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനാ? കണ്ടിന്യൂസ് വർക്കിങ്ങിന് വേണ്ടി അല്ലെ. ഒരു വേക്കൻസി അവിടെ ഫില്ല് ചെയ്ത് കിടന്ന കണ്ടിന്യൂസ് വർക്കിംഗ് കിട്ടുമോ? അവിടെ ഒരാളുടെ ഒഴിവ് വരികയാണെങ്കിൽ അത്രയും വർക്ക് പെൻഡിങ് ആവൂലേ? അവിടെ പെൻഡിങ് ആവൂലേ? ഇല്ലേ? പെൻഡിങ് ആയി കിടക്കൂലേ? അവിടെ ആ ഓഫീസർ ഇല്ല, ഓഫീസർ കുറെ ദിവസമായിട്ട് അല്ലെങ്കിൽ അവിടെ ആ വേക്കൻസി കിടക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് നോർമലി വർക്കിംഗ് കറക്റ്റ് ആവൂല അല്ലേ? അപ്പൊ അതാണ്, അത്രയും എണ്ണം ആളുകളെയും അതേ തരത്തിലുള്ള ആളുകളെയും കിട്ടുന്നതിന് വേണ്ടി റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യും. Normally, it is an effort to gain the interest of candidates looking for which the management can choose the suitable person for the job. Normally, സാധാരണയായിട്ട് നമ്മൾ എന്താ പറയുക, ഇതൊരു എഫേർട്ട് ആണ്. എന്തിന്? കാൻഡിഡേറ്റ്സിനെ, കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിന് അപ്ലൈ ചെയ്യുന്നവർ അല്ലെ, കുട്ടികൾ, അതായത് ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണ്, എംപ്ലോയീസ് ആണ്, സ്റ്റാഫാണ് ശരിക്കും കാൻഡിഡേറ്റ്സ് പറയുന്നത് അല്ലെ. അതിലേക്ക് വരാൻ പോകുന്ന കാൻഡിഡേറ്റ്സ് വിദ്യാർത്ഥികൾ. അപ്പൊ അവർക്ക് എന്താണ്, നമുക്ക് എന്താ പറയാ, അവർക്ക് ആ ഒരു സ്ഥാപനത്തിലേക്ക് അല്ലെ, ഓർഗനൈസേഷനിൽ ജോലിക്ക് വേണ്ടിയിട്ട് ആളുകളെ അട്രാക്ട് ചെയ്യുക, ഉണ്ടോ? കാൻഡിഡേറ്റ്സിനെ അതിലേക്ക് അട്രാക്ട് ചെയ്യുക, അവരെ അപ്ലൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക അല്ലെ. നമുക്ക് ചില സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ, ആ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ജോലി കിട്ടിയാൽ കൊള്ളാമായിരുന്നു അല്ലെ. ആ ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തിനോട് നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നണം അല്ലെ, ഒരു അട്രാക്ഷൻ നമുക്ക് തോന്നണം. അതാണ് ആ ഇൻട്രസ്റ്റ് നമുക്ക് കാൻഡിഡേറ്റ്സിന്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കുകയും അതുപോലെ തന്നെ മാനേജ്മെന്റിന് എന്ത് ചെയ്യാനും പറ്റും? can choose the suitable person for the job. അല്ലെ, മാനേജ്മെന്റിന് എന്ത് ഹെൽപ്പ് ചെയ്യും? മാനേജ്മെന്റിന് എന്തിന് ഹെൽപ്പ് ചെയ്യും? ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളെ സെലക്ട് ചെയ്യാൻ പറ്റൂലേ? റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലൂടെ മാനേജ്മെന്റ് ക്യാൻ ചൂസ് ദ സ്യൂട്ടബിൾ പേഴ്സൺ ഫോർ ദ ജോബ്. കണ്ടോ, ആ ജോബിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളെ തിരഞ്ഞെടുക്കാൻ മാനേജ്മെന്റിനെ സഹായിക്കുന്നു. കാൻഡിഡേറ്റ്സിലോ അങ്ങോട്ടേക്ക് അല്ലെ, അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെ, അവിടെ നമുക്ക് ജോലി കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നൊരു തോന്നല് കാൻഡിഡേറ്റ്സിന്റെ ഇടയിലും അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തോടുള്ള ഒരു താല്പര്യം അല്ലെ,
അതാ പറഞ്ഞാണ് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് കാൻഡിഡേറ്റ്സിന് പ്രോത്സാഹനം, അവർക്കൊരു എഫേർട്ട് അല്ലെ, അങ്ങോട്ടേക്കുള്ള ഒരു ചായ്വ്, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ജോലി കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന തോന്നല് കാൻഡിഡേറ്റ്സിന്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാനും ദെൻ മാനേജ്മെന്റിന് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ആളെ ആ ഒരു ജോലിക്ക് എന്ത് ചെയ്യാനും ചൂസ് ചെയ്യാനും തിരഞ്ഞെടുക്കാനും റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ ആ സെന്റൻസ്. To looking the management can choose the suitable person for the job. രണ്ടാമത്തെ സെന്റൻസ് നോട്ട് ചെയ്ത് വെച്ചോളെ. ഓർഗനൈസേഷനിൽ കറക്റ്റ് എണ്ണം ആളുകളെയും അതേ തരത്തിലുള്ള ഇൻഡിവിജ്വലിനെയും ലഭിക്കാനായിട്ടും റിക്രൂട്ട്മെന്റ് പ്രോസസ് ഹെൽപ്പ് ചെയ്യുന്നു. 3 സെന്റൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ പറയുന്നത്? Okay, yes. The process of recruitment is one of the most significant aspects of operating a business successfully. എന്താ ഒരു ബിസിനസ് വിജയകരമായി നടത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിൽ ഒന്നാണ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആസ്പെക്ട്സ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത്? ദ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഒരു വേക്കൻസി ഫില്ല് ചെയ്യണം, അവിടെ ഒഴിവായിട്ട് കിടക്കാൻ പാടില്ല അല്ലെ. അപ്പൊ ഒരു ബിസിനസ് അങ്ങനെയാണെങ്കിലല്ലേ അത് വിജയകരമാകുള്ളൂ അല്ലെ. എല്ലാ പൊസിഷനിലും ആളുകൾ ഇല്ല, അവിടെ വേക്കന്റ് ആയി കിടന്നു കഴിഞ്ഞാൽ ബിസിനസ് നല്ല രീതിയിൽ വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ചേരോ ബിസിനസ് അല്ലെ? ബിസിനസ് ശരിയാവില്ല. അതെ, അച്ഛനബി അവിടെ മെസ്സേജ് ഇട്ടുണ്ട്, സാന്ദ്ര അതെ ഒക്കെ മെസ്സേജ് ഇട്ടുണ്ട്. ഇല്ല, നമുക്കറിയാം. അതാണ് അപ്പൊ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ബിസിനസ് വിജയകരമായി നടത്തുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വശങ്ങളിൽ ഒന്നാണ് ഏത്? റിക്രൂട്ട്മെന്റ് പ്രോസസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്. Recruitment process. The quality of the workers determine the performance of the organization. ഒന്ന് ശ്രദ്ധിച്ചേ, അതായത് വർക്കേഴ്സിന്റെ ക്വാളിറ്റി ആണ് നിർണ്ണയിക്കുന്നത് ആ ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ്. ശരിയല്ലേ? ശരിയാണോ? ഇപ്പൊ നമ്മുടെ സ്ഥാപനം, അവിടെ വർക്കേഴ്സ് നല്ല ആക്റ്റീവാണ്, നന്നായിട്ട് വർക്ക് ചെയ്യും അല്ലെ. നല്ല ആക്റ്റീവ് ആണെങ്കിൽ അവിടെ ആ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും? കൂടൂലേ? അത് അപ്പൊ ആ പെർഫോമൻസ്, ആ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് നിർണ്ണയിക്കുന്നത് ആരാ? അതിന്റെ ഒരു പാർട്ടായിട്ട് നിൽക്കുന്നത് ആരാ? വർക്കേഴ്സിന്റെ ക്വാളിറ്റി അല്ലേ. ഒരു സ്ഥാപനം ഉണ്ടാക്കി, എനിക്ക് കുറെ കാശുണ്ടായിരുന്നു, ഞാൻ അവിടെ ഒരു വലിയൊരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനം, ഒരു ബിസിനസ് ഞാൻ അവിടെ തുടങ്ങി, കുറച്ച് എംപ്ലോയീസിനെ കൊണ്ടുവന്നു, അവിടെ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്തു. പക്ഷെ അവിടെ ഉള്ളവരെ അത് അവര് നല്ല ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ നല്ല വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താ ആ ഓർഗനൈസേഷന് പെർഫോമൻസ് ഇതാവോ? ശരിയാ, നല്ല പെർഫോമൻസ് ഉണ്ടെന്ന് പറയോ? ഒരു പൊട്ട കമ്പനിയാന്ന് പറയോ? ഇല്ലേ? അതാണ്. അപ്പൊ ആ വർക്കേഴ്സിന്റെ ക്വാളിറ്റി, വർക്കേഴ്സ് എങ്ങനെയുള്ളതാണ് അതനുസരിച്ചാണ് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് വരുന്നത് അല്ലെ. നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് ബെറ്റർ ആണ്. ആ പെർഫോമൻസ് കുറവാന്ന് പറഞ്ഞാൽ എന്താ? വർക്കേഴ്സ്, തൊഴിലാളികളൊക്കെ മടിയന്മാരായിരിക്കും അല്ലെ, അല്ലെങ്കിൽ അവർ ആക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതാണ് അങ്ങനെ. അപ്പൊ പെർഫോമൻസും എന്ത് ചെയ്യും? താഴും. അതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്. അതങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ദ ക്വാളിറ്റി ഓഫ് വർക്കേഴ്സ് ഡിറ്റർമിൻ the performance of an organization. Therefore, the individual who effectively manage all the functions of the organization are more suitable for it. അപ്പൊ ആരാ ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറഞ്ഞാ അല്ലെ? ആരാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്ന വ്യക്തികള്, അവരാണ് കൂടുതൽ സ്യൂട്ടബിൾ അല്ലേ. അവിടുത്തെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മാനേജ് ചെയ്യുന്നു. എഫക്റ്റീവ്ലി എന്ന് വെച്ചാൽ എന്താ? ഫലപ്രദമായി. ഇൻഡിവിജ്വൽ ഹു എഫക്റ്റീവ്ലി മാനേജ്, നല്ല ഫലപ്രദമായിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നു, അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നു. അങ്ങനെയുള്ളവരാണ് എന്ത്? ആ ഒരു സ്ഥാപനത്തിൽ ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളത് അല്ലെ, അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഈവൻ ചേഞ്ചസ്, അത് വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ.
മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഇറ്റ്, ഏറ്റവും നല്ല അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഇൻഡിവിജ്വൽ, അവരാണ്, വ്യക്തികളാണ് അവിടെ ഏറ്റവും സ്യൂട്ടബിൾ, ആ സ്ഥാപനത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. Even though changes can be brought in some incomplete employees. Incompetent എന്ന് പറഞ്ഞാൽ അനുയോജ്യമല്ലാത്ത അല്ലെങ്കിൽ കഴിവില്ലാത്ത എന്നുള്ള മീനിങ് കേട്ടോ. ഇൻകോമ്പീറ്റന്റ് എന്ന് പറഞ്ഞാൽ incompetent, അതായത് നോ എബിലിറ്റി ഇല്ലാത്ത എംപ്ലോയീസ്, അവരെന്ത് ചെയ്യാൻ പറ്റും? ബൈ ട്രെയിനിങ്ങിലൂടെ ആൻഡ് റിഗറസ് സൂപ്പർവിഷൻ. റിഗറസ് എന്ന് പറഞ്ഞാൽ കർക്കശമായ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മേൽനോട്ടത്തിലൂടെയും അല്ലെങ്കിൽ ട്രെയിനിങ്ങിലൂടെയും അവരെന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും അല്ലേ? അധികം എബിലിറ്റി ഇല്ലാത്ത ആളുകളായിരുന്നു ജോലിക്ക്, അവർക്ക് നമുക്ക് കുറെ ട്രെയിനിങ് കൊടുത്തു, അവരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മേൽനോട്ടത്തിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കിടെ ഇടയിൽ എന്താ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ കുറച്ചും കൂടി അവർ ബെറ്റർ ആയി എന്ന് വിചാരിക്കുക, കൊണ്ടുവരാൻ പറ്റും. Then okay, recruitment of capable and passionate people is undoubtedly എന്താ preferred. അപ്പൊ അങ്ങനെ നമുക്ക് ഈ യോഗ്യത കുറഞ്ഞവര് അല്ലെ, അങ്ങനെയുള്ളവരെ, അത് എബിലിറ്റി ഇല്ലാത്ത ആളുകളെയൊക്കെ നമുക്ക് ട്രെയിനിങ്ങിലൂടെയും കർക്കശമായ അവരെ സൂപ്പർവിഷന്റെയും നോട്ടത്തിലൂടെയും അവർക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുമെങ്കിലും ഏതാണ് റിക്രൂട്ട്മെന്റിന് ആരാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? പാഷനേറ്റ് പീപ്പിൾ. പാഷനേറ്റ് എന്ന് പറഞ്ഞാൽ അതിനോട് അഭിനിവേശമുള്ള ആളുകൾ അല്ലെ, ആ തൊഴിലിനോട് നല്ല താല്പര്യമുള്ള ആളുകള് ഈസ് അൺഡൗട്ടഡ്ലി പ്രിഫേർഡ്. അങ്ങനെയുള്ളവരെയാണ് നമ്മുടെ നിസ്സംശയമായിട്ട് അല്ലെങ്കിൽ അവരെ ഒരു സംശയം കൂടാതെ പ്രിഫർ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഞാൻ പറയാം ടീച്ചിങ് ഈസ് മൈ പാഷൻ, എന്റെ ഒരു പാഷനാണ്. അപ്പൊ എനിക്ക് അതിൽ കുറച്ചുകൂടി മികവ് കാണിക്കാൻ പറ്റും. എന്നെ ഇപ്പൊ വേറൊരു പൊസിഷനിലേക്ക് ഇടുവാണ് ഈ സ്ഥാപനത്തിൽ തന്നെ, എനിക്ക് ഇത്രയും ഇത് കാണിക്കാൻ പറ്റണമെന്നില്ല. ശരിയല്ലേ അല്ലെ? നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ? നമ്മളിപ്പോ നിങ്ങൾ പലരും വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും, നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോബാണ്, നമ്മുടെ പാഷൻ ആണെങ്കിൽ നമ്മൾ അതിന് കുറച്ചും കൂടി മികവ് കാണിക്കോ? അപ്പൊ നമ്മളിങ്ങനെ അല്ലാത്ത കഴിവില്ലാത്തവരെ ട്രെയിനിങ്ങിലൂടെയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, അവർക്ക് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും എങ്ങനെയുള്ളവർക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്? അവിടെ നല്ല കഴിവും അല്ലെ, റിക്രൂട്ട്മെന്റ് ഓഫ് ക്യാപ്പബിൾ, നല്ല കഴിവുള്ളവരും പാഷനേറ്റ് ആയിട്ടുള്ള അതിനോട് കുറച്ചും കൂടി അഭിനിവേശമുള്ളവരെയും ഒക്കെയാണ് നമ്മൾ ഒരു സംശയം കൂടാതെ പ്രിഫർ ചെയ്യുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. Recruitment of capable and passionate people is undoubtedly preferred. അങ്ങനെയുള്ളവരെയാണ് എന്ത് ചെയ്യുന്നത്? പ്രിഫറൻസ് കൊടുക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോ? Appointing the right person in the right position. ഒന്ന് ശ്രദ്ധിച്ചേ, എങ്ങനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യണം? റൈറ്റ് പേഴ്സൺ, ശരിയായ ആളുകളെ ശരിയായ പൊസിഷനിൽ ജോലിക്ക് നിർത്തണം അല്ലെ, അല്ലെങ്കിൽ അതിലേക്ക് ഫില്ല് ചെയ്യണം. എ ഗ്രേറ്റ് എമൗണ്ട് ഓഫ്, അങ്ങനെ വരുമ്പോൾ എന്താണ്? നമുക്ക് ടൈം ലാഭിക്കാം അല്ലെ, ഗ്രേറ്റ് എമൗണ്ട് ഓഫ് ടൈം, എനർജി, നമുക്ക് എനർജി ലാഭിക്കാം. മണി ക്യാൻ ബി സേവ്ഡ്. അങ്ങനെ വേണ്ടേ? ഞാനിപ്പോ ആദ്യം പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ശരിയായ ആളുകളെ ശരിയായ പൊസിഷനിലേക്ക് ജോലിക്ക് നിർത്തണം. ഇപ്പൊ എന്നെ വേറൊരു പൊസിഷനിലാണെങ്കിൽ എനിക്ക് അത്രയും ചിലപ്പോ ഇതാക്കാൻ പറ്റില്ല, അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നവരുടെ ഒപ്പം ചിലപ്പോ എനിക്ക് എത്താൻ പറ്റണമെന്നില്ല അല്ലെ. അപ്പൊ കമ്പനിക്ക് ടൈം, കുറെ സമയം എനിക്ക് വേണ്ടി കളയേണ്ടി വരും, അല്ലെങ്കിൽ എനർജി, മണി കുറെയൊക്കെ സേവ് ചെയ്യേണ്ടി വരും. എന്നാൽ പക്ഷെ എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് തന്നെങ്കിൽ ഇവിടെ ഞാൻ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും അല്ലെ. എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള റൈറ്റ് പേഴ്സണെ റൈറ്റ് പൊസിഷനിൽ നിർത്തി കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷന് സമയം ലാഭിക്കാൻ പാടില്ല. അവർ പെട്ടെന്ന് ടപ്പേന്ന് പറഞ്ഞ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യൂലേ അവര് ആ കാര്യങ്ങള്. നമ്മൾ പഠിച്ച ആ ഒരു ഇതിലേക്ക് തന്നെ നമുക്കൊരു ജോലിക്ക് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റൂലേ അല്ലേ സാന്ദ്രേ? എസ് മെത്തേഡ് അല്ലേ. അപ്പൊ നമുക്ക് അവരുടെ സമയം ലാഭിക്കാൻ പറ്റും, നമുക്ക് എനർജി, അവർക്ക് വേണ്ടി ചെലവാക്കുന്ന എനർജി, മണി, പൈസ ലാഭിക്കാം. മിസ്റ്റേക്ക് ഒന്നും വരൂല അല്ലെ. കറക്റ്റ് ആയിട്ട് നമ്മൾ വേഗം ഫാസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ മറ്റൊരു 3 ദിവസം കൊണ്ട് ചെയ്യേണ്ട വർക്ക് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തീർക്കുമ്പോൾ അത്രയും 2 ദിവസത്തെ സാലറി ആ സ്ഥാപനത്തിന് കുറച്ച് കൊടുത്താൽ പോരെ? അങ്ങനെ എന്താ പൈസ ലാഭിക്കാൻ പറ്റും. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തൊക്കെ നമ്മുടെ ടൈം, എനർജി, മണി ക്യാൻ ബി സേവ്ഡ്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ അത്? ഇനി
നെക്സ്റ്റ് നോക്കിയേ, therefore അതുകൊണ്ട് എന്താ, it is necessary, ഇത് അത്യാവശ്യമാണ് എന്ത്, for a manager to recruit high quality employee in order to fulfill the organization needs. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം മാനേജർ, എങ്ങനെ വേണം റിക്രൂട്ട് ചെയ്യാനായിട്ട്, ഹൈ ക്വാളിറ്റി എംപ്ലോയി അല്ലെ, നല്ല ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ അതിന് ആപ്റ്റ് ആയിട്ടുള്ള എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയീസ് അല്ലെ, അതിന് എങ്ങനെയാണ് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യണം, അവിടെ റിക്രൂട്ട് ചെയ്യണം. അതെന്താ പറയാ, അത് അത്യാവശ്യമാണ്. ഇൻ ഓർഡർ ടു ഫുൾഫിൽ ദ ഓർഗനൈസേഷൻ നീഡ്സ്. അതിനാൽ ആ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു ആവശ്യകതകളെ ഫുൾഫിൽ ചെയ്യുന്നതിന് നല്ല ക്വാളിറ്റിയിലുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യണം, റിക്രൂട്ട് ചെയ്യണം. ഇതാണ് ഏറ്റവും കൂടുതൽ അഭികാമ്യം എന്ന് പറയുന്നത് അല്ലെ. ഉന്നത നിലവാരമുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യണം, റിക്രൂട്ട് ചെയ്യണം. അത് ആർക്കുടെ ആവശ്യമാണ്, മാനേജർ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ആ ഒരു സ്ഥാപനത്തിന്റെ ആവശ്യമാണ്. അത് സ്ഥാപനത്തിന് അത്യാവശ്യമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ക്വാളിറ്റി ഇല്ല അല്ലെങ്കിൽ അത്രയും ആവശ്യമില്ലാത്ത ആളുകളെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് നഷ്ടം വരും. അപ്പൊ അതുകൊണ്ട് എന്താണ്, കമ്പനിക്ക് അല്ലെങ്കിൽ നമുക്ക് ആ മാനേജർ അല്ലെങ്കിൽ മാനേജ്മെന്റിനൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എങ്ങനെ, ടു റിക്രൂട്ട് ഹൈ ക്വാളിറ്റി എംപ്ലോയി ഇൻ ഓർഡർ ടു, ഇതിനു വേണ്ടി ടു ഫുൾഫിൽ ദ ഓർഗനൈസേഷൻ നീഡ്സ്, ആ ഒരു സ്ഥാപനത്തിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള അത് ഹൈ ക്വാളിറ്റിയിലുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ക്ലിയർ ആയോ? അത്രയും ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മുടെ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓക്കെയാണ് അല്ലെ. അപ്പൊ ലാസ്റ്റത്തെ 2 സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ നിങ്ങള്, ശരിയായ ആളുകളെ ശരിയായ പൊസിഷനില് നമ്മള് അതിനകത്ത് നമ്മൾ നിർത്തുമ്പോൾ നമുക്ക് ആ കമ്പനിക്ക് ടൈമും എനർജിയും മണിയൊക്കെ സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാനേജറിന് എങ്ങനെയുള്ളവരെ റിക്രൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞേക്കണേ, ഹൈ ക്വാളിറ്റിയിലുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യണം. ഇതിനു വേണ്ടി ആ ഓർഗനൈസേഷന്റെ ആ ഒരു ആവശ്യകത, ആ സ്ഥാപനം എന്ത് സ്ഥാപനമാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ നീഡ്സ് എന്താണ് അത് ഫുൾഫിൽ ചെയ്യാൻ യോജ്യമായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള എംപ്ലോയീസിനെ വേണം എന്ത് ചെയ്യാൻ, റിക്രൂട്ട് ചെയ്യാൻ. അണ്ടർലൈൻ ചെയ്തോട്ടോ ആ സെന്റൻസും കൂടി. ഇങ്ങനെ എടുത്താൽ മതിയോ? ക്ലിയർ ആണോ? പിന്നെ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് പറയും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ വലിയൊരു ചാപ്റ്റർ ആണ് ഇത്. ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ, ഒരു 2 പേജ് അടുത്ത് നമുക്ക് ഒരു ദിവസം നീങ്ങിയാലാണ്. ഇന്നിപ്പോ ഫസ്റ്റ് ക്ലാസ്സിൽ അതുകൊണ്ട് നമുക്ക് ഒരു 1.5-2 പേജ് അത് വെച്ചിട്ട് വേണം നമുക്ക് പഠിക്കാൻ. അത്രയും നമുക്ക് ഒരു ദിവസം കവർ ചെയ്യണം. എങ്കിലാണ് നിങ്ങൾക്ക് പറഞ്ഞ സമയത്ത് നമുക്ക് ആ പോർഷൻസ് ഒക്കെ തീർക്കാൻ പറ്റുള്ളൂ. ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ, പറയുന്നതിൽ എന്തെങ്കിലും ഒരു വ്യക്തത കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് പറയണം കേട്ടോ. നമ്മൾ ആദ്യത്തെ ക്ലാസ് ആണ്, എന്നാലാണ് നമുക്ക് എടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. അണ്ടർലൈൻ ചെയ്യാനുള്ളത് പറഞ്ഞു തന്നത് കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്തും വെക്കുക. ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് തമ്പിടോ ഓക്കെ ആണെങ്കിൽ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്, ശരിയായ പൊസിഷനിൽ ശരിയായ ആളുകളെ റിക്രൂട്ട് ചെയ്യണം. സാന്ദ്രയ്ക്കാണ് വോയിസ് ബ്രേക്കിങ്ങിന്റെ ഒരു പ്രശ്നം പറയണേ. അത് ചിലപ്പോ നെറ്റിന്റെ എന്തെങ്കിലും കുഴപ്പമാണെന്ന് അറിയില്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ഇനി നമ്മൾ പറയുന്നത് റിക്രൂട്ട്മെന്റിന്റെ കുറച്ച് എന്താ പറയാ ഡെഫിനിഷൻസ് ആണ്. ഇത് ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കും. അക്കോർഡിംഗ് ടു ഡാഷ്. അപ്പൊ ആര് കൊടുത്ത ഡെഫിനിഷൻ ആണ് അവിടെ. അപ്പൊ 3 പേരുകൾ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. അപ്പൊ ഫസ്റ്റ് നോക്കിയ റിക്രൂട്ട്മെന്റിന് നമ്മൾ എന്താ പറഞ്ഞ കൊടുത്തേക്കുന്ന ഡെഫിനിഷൻസ് ആണ്. അത് 3 വ്യക്തികൾ കൊടുത്ത ഡെഫിനിഷൻസ് ആണ്. ഒന്നാമത്തെ നോക്കിയേ, അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫിലിപ്പോ. എന്താണ് അദ്ദേഹം എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയം, റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആശയം, അല്ലെങ്കിൽ അദ്ദേഹം റിക്രൂട്ട്മെന്റിന് കൊടുത്ത ഡെഫിനിഷൻ എന്താണ്? എന്താ പറഞ്ഞേക്കുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ എന്താണ്? ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയി. പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെച്ചത് എന്താണ്? വരാനിരിക്കുന്ന എംപ്ലോയീസ് അല്ലെ. പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്, വരാനിരിക്കുന്ന എംപ്ലോയീസ്, ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ എ ജോബ് ഇൻ ദാറ്റ് ഓർഗനൈസേഷൻ. എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ? ഇനി നമുക്ക് വരാനിരിക്കുന്ന എംപ്ലോയീസ് അല്ലെ, അവരെ സെർച്ച് ചെയ്യുന്നതിനും, പ്രോസസ് ഓഫ് സെർച്ചിങ്, അവർ നമ്മൾ
എന്താ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു സെർച്ചിങ് പ്രോസസ് ആണ്. കണ്ടോ, തെരഞ്ഞെടുക്കാണ് നമ്മള് വരാനിരിക്കുന്ന എംപ്ലോയീസിന് നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഒരു സെർച്ചിങ് പ്രോസസ് ആണ് നിയമന പ്രക്രിയ എന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് ഓടി വരാൻ ഇരുത്താൻ പറ്റൂല അല്ലെ. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാൻ കേട്ടോ. സോഴ്സസ്, റിക്രൂട്ട്മെന്റിന്റെ, പിന്നെ അതിനകത്ത് വരുന്ന മെത്തേഡുകളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ എന്താ പറയാ, അത് പല സ്റ്റെപ്സിൽ കൂടെയാണ് ഇതൊക്കെ കടന്നു പോകുന്നത്. അതൊക്കെ ഡീറ്റെയിൽ നമുക്ക് പഠിക്കാം, വഴിയെ പഠിക്കാം. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, അത് വരാനിരിക്കുന്ന കാൻഡിഡേറ്റ്സിനെ സെർച്ച് ചെയ്യുന്ന പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ്. നെറ്റ് ഇഷ്യൂ ഉണ്ട്, കിട്ടുന്നില്ല. ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് പെട്ടെന്നൊന്ന് കയറി നോക്കി, ഒന്ന് കട്ട് ചെയ്തിട്ട് വേഗം ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കി. അപ്പൊ എന്താ പറഞ്ഞത്, ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ prospective employees and stimulating. അവർ എന്ത് ചെയ്യാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്, സ്റ്റിമുലേറ്റ് ചെയ്യാണ്. എന്തിന്, to apply for the job in that organization. ആ ഒരു ഓർഗനൈസേഷനിലേക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും അതുപോലെ തന്നെ അവരെ സെർച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് ആ ഒരു കാൻഡിഡേറ്റ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അല്ലെങ്കിൽ എന്താണ്, അവിടെ നമുക്ക് ജോലി കിട്ടിയാൽ കൊള്ളാമായിരുന്നു. നിങ്ങൾക്ക് തോന്നാറില്ല വലിയ വലിയ കമ്പനിയുടെ ഇതൊക്കെ കാണുമ്പോ ആ ഒരു കമ്പനിയിൽ ജോലി കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന്, അങ്ങനെ ആ ഒരു ഓർഗനൈസേഷൻ തോന്നണം. അതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ആരും വൈകാട്ടി ചെയ്യണ്ട കേട്ടോ. ഡെഫിനിഷൻ എഴുതാൻ എക്സാമിന് ഉണ്ടാവില്ല. ഈ ഡെഫിനിഷൻ തന്നു കഴിഞ്ഞാൽ ആരുടെ ഡെഫിനിഷൻ ആണ് ഐഡന്റിഫൈ ചെയ്യണം. അവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക കേട്ടോ. ഓരോ സെക്ഷനിൽ നിന്ന് ഏത് രീതിയിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇതിന് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഡെഫിനിഷൻ ബൈഹാർട്ട് ചെയ്യണ്ട, പക്ഷെ ആ ഡെഫിനിഷൻ തരും. എന്നിട്ട് അത് ആർക്കുടെ ഡെഫിനിഷൻ ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഫ്ലിപ്പ് എന്താ പറഞ്ഞത്, എഡ്വിൻ ഫ്ലിപ്പ് എന്താ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പറഞ്ഞത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു സെർച്ചിങ് പ്രോസസ് ആണ്. ആരെയാ? ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്, വരാനിരിക്കുന്ന എംപ്ലോയീസിന്റെ ഒരു സെർച്ചിങ് പ്രോസസ് ആണ്. അതുപോലെ തന്നെ എന്താ, ആ എംപ്ലോയീസിനെ ആ ഓർഗനൈസേഷനിലെ ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് കൂടിയാണ് റിക്രൂട്ട്മെന്റ്. ക്ലിയർ ആയോ? രണ്ട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത്. ആ ഡെഫിനിഷൻ തന്നു കഴിഞ്ഞാൽ ഇനി ആർക്കടെയാണ് എഴുതാണോ? ആരാണ്? എഡ്വിൻ ബി ഫ്ലിപ്പോ. ഇനി അപ്പം തന്നെ നോക്കിയേ, ബാർബർ അടുത്ത ആള് വന്നോട്ടോ. ഒരാള് ഡെഫിനിഷൻ പറഞ്ഞപ്പോ അങ്ങനെയാണല്ലോ അല്ലെ, നമ്മൾ ഒരാൾ എന്തെങ്കിലും പ്രസന്റ് ചെയ്യുമ്പോൾ അടുത്ത ആൾ വേറെ അത് പ്രസന്റ് ചെയ്യും അല്ലെ. ഇവിടെ അപ്പം തന്നെ ഫ്ലിപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ ബാർബർ വന്നോട്ടോ. ബാർബർ എന്ന് പറയാണ്, അദ്ദേഹം റിക്രൂട്ട്മെന്റിന് വേറൊരു ഡെഫിനേഷനാ കൊടുത്തേ. എന്താന്ന് വെച്ചേ, റിക്രൂട്ട്മെന്റ് ഇൻക്ലൂഡ്സ്, പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ, ആ ഡെഫിനേഷൻ തന്നിട്ടേ ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് അങ്ങനെയും ചോദിക്കാം കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ഡാഷ് ഈസ് ദ പ്രോസസ് സെർച്ചിങ് ഫോർ, ആ ഡെഫിനേഷൻ തരും. എന്നിട്ട് അവിടെ എന്തെന്നാണെന്നുള്ളത് ചോദിക്കാം കേട്ടോ. പ്രോസസ് എന്താണെന്ന് ചോദിക്കുക. ഇതാണ് റിക്രൂട്ട്മെന്റ് ആണ്. അവിടെയും ഒരു കുഞ്ഞ് ഡാഷ് ഇട്ട് വെച്ചു. അടുത്തത്, അക്കോർഡിംഗ് ടു ബാർബർ, ഈ ബാർബർ എന്താ പറയുന്നത്, റിക്രൂട്ട്മെന്റ് ഇൻക്ലൂഡ്സ് those practices and activities carried out by the organization with the primary purpose of identifying and attracting potential employees. എന്താ പറഞ്ഞിരിക്കുന്നത്, സാധ്യതയുള്ള, ഈ നമുക്ക് സാധ്യതയുള്ള എംപ്ലോയീസ് കണ്ടോ. include those practices and activities carried out, എന്തിനു വേണ്ടി ചെയ്യുന്ന, by the organization with the primary purpose of identifying and attracting potential employees. അപ്പൊ അന്ന് അണ്ടർലൈൻ ചെയ്ത കേട്ടോ. ആര് നടത്തുന്നതാണ്? ആക്ടിവിറ്റീസ് carried out by the organization. എന്തിനു വേണ്ടിയിട്ടാണ്? to identify and attracting potential employees. എന്താ, സാധ്യതയുള്ള ജീവനക്കാരെ തിരിച്ചറിയുന്നതിനും അവരെ അട്രാക്ട് ചെയ്യുന്നതിനും. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിന് കേപ്പബിൾ ആയിട്ടുള്ള, ഈ സാധ്യതയുള്ള, യോഗ്യതയുള്ള എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ്. അങ്ങനെയുള്ള സാധ്യതയുള്ള എംപ്ലോയീസിനെ ആകർഷിക്കുന്നതിനും, ആകർഷിക്കുക അല്ലെ, അവരെ തിരിച്ചറിയുന്ന, ഐഡന്റിഫൈ ചെയ്യാനും അവരെ അട്രാക്ട് ചെയ്യാനും, തിരിച്ചറിയുന്നതിനും ആകർഷിക്കുന്നതിനുമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു പ്രൈമറി പർപ്പസ്, പ്രാഥമിക ഉദ്ദേശത്തോടു കൂടി ഒരു ഓർഗനൈസേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങള്, പ്രാക്ടീസ് ആൻഡ് ആക്ടിവിറ്റീസ്, അതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇത്രയൊന്ന് നോക്കി വെച്ച്, റിക്രൂട്ട്മെന്റ് includes the activities carried out the organization. ഒരു ഓർഗനൈസേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്?
എന്തിനു വേണ്ടിയിട്ട് നടത്തുന്നതാണ്? എന്ത് കാര്യത്തിന് വേണ്ടി? ഐഡന്റിഫൈങ് ആൻഡ് അട്രാക്ടിങ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്. അതിന് യോഗ്യതയുള്ള അല്ലെങ്കിൽ സാധ്യതയുള്ള എംപ്ലോയീസിനെ ഐഡന്റിഫൈ ചെയ്യാനും ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് റിക്രൂട്ട്മെന്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആ സെന്റൻസ് അത്രയും അങ്ങോട്ട് വേണ്ട. ഇതൊന്ന് നോക്കിയാൽ റിക്രൂട്ട്മെന്റ് ഇൻക്ലൂഡ്സ് ദ ഓർഗനൈസേഷൻ എന്തിനാണ്? ടു ഐഡന്റിഫൈ ആൻഡ് അട്രാക്ടിങ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്. ഓക്കെ, അതാണ് റിക്രൂട്ട്മെന്റ്. അപ്പൊ അവിടെ ഡാഷ് ഇട്ട് ചോദിക്കാം കേട്ടോ. പിന്നെ അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ഇനി മൂന്നാമത്തെ ഡെഫിനിഷൻ നോക്കി. അക്കോർഡിംഗ് ടു ഡെയ്ലി ഓർഡർ. അക്കോർഡിംഗ് ടു ഡെയ്ലി ഓർഡർ. DAILYODER. മൂന്നാമത്തെ ഡെഫിനിഷൻ ആട്ടോ ഡെയ്ലി ഓർഡർ. അദ്ദേഹം എന്താണ് ഈ റിക്രൂട്ട്മെന്റിന് കൊടുത്തത്? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഈസ് ദ പ്രോസസ് ടു ഡിസ്കവർ ദ സോഴ്സ് ഓഫ് മാൻ പവർ. മാൻ പവർ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യശേഷി, മനുഷ്യശക്തി അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ്. അതിനെ ഡിസ്കവർ ചെയ്യുന്നു അല്ലെ? മനുഷ്യരെയല്ലേ കണ്ടെത്തുന്നത് അല്ലെ? ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ ആളുകളെയല്ലേ നമ്മൾ കണ്ടെത്തുന്നത്? അതിന്റെ സോഴ്സ്, ഡിസ്കവർ ദ സോഴ്സ് ഓഫ് മാൻ പവർ. എവിടെ നിന്ന് നമുക്ക് അത് കിട്ടും? ഉണ്ടോ? ആ സോഴ്സ് എവിടെ നിന്ന് നമുക്ക് ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ ആളുകളെ കിട്ടും? ആ സോഴ്സ് ഡിസ്കവർ ചെയ്യാണ്. ഇസ് ദ പ്രോസസ് ഡിസ്കവർ ദ സോഴ്സസ് ഓഫ് മാൻ പവർ. മാൻ പവറിന്റെ സോഴ്സ് ഡിസ്കവർ ചെയ്യണം എന്ന് അണ്ടർലൈൻ ചെയ്തത്. ഡിസ്കവർ ദ സോഴ്സ് ഓഫ് മാൻ പവർ. എന്തിനു വേണ്ടി? ടു മീറ്റ് ദ റിക്വയർമെന്റ്സ് ഫോർ സ്റ്റാഫിംഗ്, ഷെഡ്യൂളിംഗ് ടു എംപ്ലോയ് എഫക്റ്റീവ് മെഷേഴ്സ് ഫോർ അട്രാക്ടിംഗ് ദാറ്റ് മാൻ പവർ ഇൻ adequate numbers to facilitate selection of an effective working force. എന്താ? സ്റ്റാഫിന്റെ ഷെഡ്യൂളിന് വേണ്ടിയിട്ട് താഴെയെന്ന് നോക്കണം കേട്ടോ. സ്റ്റാഫിന്റെ ഷെഡ്യൂൾസിന്റെ ആവശ്യകത നിറവേറ്റുന്നതിനായി മാൻ പവറിന്റെ സോഴ്സ് കണ്ടെത്തുക. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ. ഡിസ്കവർ ദ സോഴ്സ് ഓഫ് മാൻ പവർ. പിന്നെ ഫലപ്രദമായിട്ടുള്ള ഒരു വർക്കിംഗ് ഫോഴ്സ് അല്ലെ? ഒരു നല്ലോണം ഒരു എഫക്റ്റീവ് വർക്കിംഗ് ഫോഴ്സ്, ഫലപ്രദമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ അല്ലെ? വർക്കിംഗ് ഫോഴ്സ് അതിനെ തിരഞ്ഞെടുക്കുന്നതിന് ആവശ്യമായ നമ്പറിൽ, അഡിക്കേറ്റ് നമ്പർ, ആവശ്യമായ നമ്പറിൽ മാൻ പവറിനെ, അതായത് ആ മനുഷ്യശേഷി അതിനെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുമുള്ള പ്രവർത്തനമാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എവിടുന്ന് നമുക്ക് ആ സോഴ്സ് കിട്ടും? അതിനെ ഡിസ്കവർ ചെയ്യുക. അതാണ് ഒന്നാമത്തെ കാര്യം, ടു ഡിസ്കവർ ദ സോഴ്സ് ഓഫ് മാൻ പവർ. രണ്ടാമത്തെ എന്താണ്? സെലക്ഷൻ ഓഫ് ആ ഇഫക്റ്റീവ് വർക്കിംഗ് ഫോഴ്സ്. ആ സാധ്യമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള വർക്കിംഗ് ഫോഴ്സിനെ സെലക്ട് ചെയ്യുന്നു. അതാണ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് എന്ന് ഉള്ളത് ഡെയ്ലി ഓർഡർ പറയുന്നത്. അത്രയും വലിയ ഡെഫിനിഷൻ പഠിച്ചു വാരി പഠിക്കണ്ട. ആ ഡെഫിനിഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെ ഡെഫിനിഷൻ ആണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഡാഷ് ഈസ് എ പ്രോസസ് എന്ന് പറയുന്നത്. ആ രണ്ട് കാര്യങ്ങൾ അതിൽ നോട്ട് ചെയ്ത് വയ്ക്കാം. സോഴ്സ് ഓഫ് മാൻ പവർ എവിടെ നിന്നാണ് നമുക്കത് കിട്ടുന്നത്? ആ എംപ്ലോയീസിന്റെ സോഴ്സ് എവിടെയാണ്? ഉറവിടം എവിടെ നിന്നാണ്? അതിനെ ഡിസ്കവർ ചെയ്യുക, കണ്ടെത്തുകയും അതിന്റെ ഫലപ്രദമായിട്ടുള്ള ഒരു വർക്കിംഗ് ഫോഴ്സ് അല്ലെ? അതിന് ആവശ്യമായിട്ടുള്ള നമ്പറില്, എണ്ണത്തില്, ആവശ്യമായ സംഖ്യയില് ആ മാൻ പവർ അവരെ അട്രാക്ട് ചെയ്യുന്നതിനുള്ള അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ് റിക്രൂട്ട്മെന്റ്. മൂന്ന് ഡെഫിനിഷൻ ആരെ എഴുതിയതാണ്, ആരുടെയാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. ക്ലിയർ ആയില്ലേ? മൂന്നെണ്ണം ഓക്കെ, ക്ലിയർ ആണോ? മൂന്ന് ഡെഫിനിഷൻസും ഇപ്പൊ ലാസ്റ്റ് അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. റിക്രൂട്ട്മെന്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിസ്കവർ സോഴ്സ് ഓഫ് മാൻ പവർ. അത്രയൊന്ന് നോക്കി വെക്കുക. അത് ആർക്കടെയാണ്? ഡെയ്ലി ഓർഡറിന്റെ ഇക്വേഷൻ ആണ്. അദ്ദേഹം കൊടുത്ത ഡെഫിനിഷൻ, ഇക്വേഷൻ അല്ല ഡെഫിനിഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ മൂന്ന് കാര്യങ്ങൾ? ഒന്നാമത്തെ എഡ്വിൻ ബി ഫ്ലിപ്പ് പറഞ്ഞത് സെർച്ചിങ് പ്രോസസ് ആണ് പറഞ്ഞു അല്ലെ? ഇനി വരാനിരിക്കുന്ന എംപ്ലോയീസിനെ കണ്ടുപിടിക്കുന്ന ഒരു സെർച്ചിങ് പ്രോസസ് ആണ്. പിന്നെ അത് അവരെ അപ്ലൈ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ്. ബാർബർ പറഞ്ഞ എന്താണ്? നമുക്ക് അത് ഒരു സ്ഥാപനം നടത്തുന്ന ആക്ടിവിറ്റീസ് ആണ്, പ്രവർത്തനങ്ങളാണ്. എന്തിനു വേണ്ടി?
പൊട്ടൻഷ്യൽ എംപ്ലോയീസിന്, യോഗ്യതരായിട്ടുള്ള എംപ്ലോയീസിനെ ഐഡന്റിഫൈ ചെയ്യാനും അട്രാക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനം നടത്തുന്ന പ്രവർത്തനങ്ങളാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഡെയിലി ഓർഡർ എന്ത് പറഞ്ഞു? ആ സോഴ്സ് ഓഫ് മാൻ പവർ ഡിസ്കവർ ചെയ്യുന്ന, കണ്ടെത്തുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ്. ക്ലിയർ ആയോ? സോഴ്സ് ഓഫ് മാൻ പവർ എവിടെ നിന്ന് നമുക്ക് അവര് കിട്ടും അല്ലെ, അതിനെ കണ്ടെത്തുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ്. ക്ലിയർ ആയോ? 3 ഡെഫിനിഷനും ഓക്കെ ആണ് അല്ലെ? അപ്പൊ ഡെഫിനിഷൻ ആരാണ് എഴുതിയതെന്നുള്ളത് നോക്കി വെക്കണം. ഇനി അടുത്ത് നോക്കിയേ, നേച്ചർ ഓഫ് റിക്രൂട്ട്മെന്റ്. എന്താണ് റിക്രൂട്ട്മെന്റിന്റെ സ്വഭാവം? നിങ്ങളുടെ സ്വഭാവം എന്താ? പലരും പല സ്വഭാവക്കാരാണ് അല്ലെ, ഒരേ ക്യാരക്ടർ ഒന്നും ആവണമെന്നില്ല. അപ്പൊ നിങ്ങൾ 2 മിസ്സുമാരെ പരിചയപ്പെട്ടു. ഫസ്റ്റ് ഇന്നലെ ഒരു മിസ് വന്നു, ഇന്ന് ഞാൻ വന്നു, സോഡിയം മിസ് വന്നു അല്ലെ. എന്റെ സ്വഭാവം പോലെയാണോ, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കണോനെ പോലെ ആയിരിക്കുമോ മിസ് എടുക്കുന്നത്? ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഓരോരുത്തർക്കുടെ നേച്ചർ വ്യത്യാസമായിരിക്കും അല്ലെ. നിങ്ങളും അങ്ങനെയല്ലേ? ഗോകുലിന്റെ സ്വഭാവമാണോ റോസ്മിക്ക്? അല്ല അല്ലെ. അജേഷിന് അതുപോലെ ആയിരിക്കില്ല, സാധനയ്ക്ക് വേറെ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് റിക്രൂട്ട്മെന്റിന്റെ നേച്ചർ, സ്വഭാവം. ഓക്കെ, നേച്ചർ ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് ആസ് ഫോളോസ്. ഏതൊക്കെയാണ് നോക്കിയേ? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. ഒന്നാമത്തെ ആട്ടോ, അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. Positive function. And recruitment is considered to be a positive function as it builds as a group of qualified candidates from which the most appropriate candidates can be chosen. അല്ലെ, നമുക്കറിയാം റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. എന്താ പോസിറ്റീവ് എന്ന് പറയാൻ? ഒരു കൂട്ടം കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിനെ സൃഷ്ടിക്കൂലേ? ഇന്ന കമ്പനിയിൽ ഒരു ഒഴിവുണ്ട്, ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർ അപ്ലൈ ചെയ്യണം. അങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു കൂട്ടം ഒരാൾ മാത്രമാണ് വരുന്നത്. ആ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ മാത്രമാണോ ഉള്ളൂ? അല്ല, കുറെ പേരുണ്ടാവും. ആ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയ ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു കൂട്ടം ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ, ഗ്രൂപ്പിനെ നിർമ്മിക്കുന്നത് കൊണ്ട് എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൽ സെലക്ട് ചെയ്യുന്നു അല്ലെ. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സ്, ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിനെ സൃഷ്ടിക്കുന്നത് കൊണ്ട് എന്താണ് പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. ഒരാളെ മാത്രമാണെങ്കിൽ അയാളെ നമ്മൾ എന്തായാലും ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും അപ്ലൈ അവിടെ ജോബിലേക്ക് ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് നിർത്തേണ്ട വരും അല്ലെ. പക്ഷെ ഇതെന്താ? ഒരു കൂട്ടം കാൻഡിഡേറ്റ്സിനെ സൃഷ്ടിക്കുന്നില്ലേ അല്ലെ. ഇങ്ങനെ പരസ്യം കണ്ടാൽ ഒരു 10,000 പേരോളം അപ്ലൈ ചെയ്യും അങ്ങനെ. അപ്പൊ നമുക്ക് എന്താ? നമുക്കൊരു 10 പേരെ സെലക്ട് ചെയ്യാനായിട്ട് ഒരു 1000 പേരെ സൃഷ്ടിക്കുന്നുണ്ട് അവിടെ അല്ലെ. അതുകൊണ്ടാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കാനായിട്ട് കഴിയുന്നത്ര യോഗ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു കൂട്ടം സൃഷ്ടിക്കുന്ന, ഒരു ഗ്രൂപ്പ് ഓഫ് ക്വാളിഫൈഡ് ബിൽഡ് ചെയ്യുന്നത് കൊണ്ട് അതൊരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. ഒരു കൂട്ടം പേരെ സൃഷ്ടിക്കുന്നത് കൊണ്ട്. ക്ലിയർ ആണ്? രണ്ടാമത്തെ കണ്ടിന്യൂസ് പ്രോസസ്. ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. എന്ന് വെച്ചാൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ് ആണ്. ഇറ്റ് ഈസ് എ മാനേജറിയൽ ആൻഡ് ഓൺ ഗോയിങ് പ്രോസസ് ആസ് ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് എ സിംഗിൾ ടാസ്ക്. ഒറ്റ ടാസ്ക് തീരൂല, ബട്ട് എ ചെയിൻ ഓഫ് ടാസ്ക്. അതായത് എന്താ പറഞ്ഞേക്കണത്? അത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാ. എപ്പോഴും ഉണ്ടാവില്ലേ? വേക്കൻസി ഉണ്ടാവില്ലേ അല്ലേ? മാനേജറിയൽ എന്ന് പറഞ്ഞാൽ അവിടെ ഭരണനിർവഹണ ചുമതലയുള്ള അല്ലെ, എപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്, ഓൺഗോയിങ് പ്രോസസ്സാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ വേക്കൻസികൾ ഉണ്ടാവും അല്ലേ. അപ്പൊ ആ വേക്കൻസി വരും, റിക്രൂട്ട് ചെയ്യും. അടുത്ത വേക്കൻസി വരും, റിക്രൂട്ട് ചെയ്യും. അത് തീരുന്ന പ്രോസസ്സാണോ? ഒരു പ്രാവശ്യം ഒരാളെ റിക്രൂട്ട് ചെയ്തു, പിന്നെ ആ സ്ഥാപനം ഉള്ളിടത്തോളം കാലം ആരെയും നിയമിക്കാതിരിക്കുവോ? ഒഴിവുകൾ ഇങ്ങനെ വന്നതിനനുസരിച്ച് പുതിയ റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കില്ലേ. അതുകൊണ്ട് എന്താണ് ഇതെന്ന് പറയുന്നത്? ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നേച്ചർ കിട്ടിയോ? രണ്ടാമത്തെ നേച്ചർ എന്താണ്? കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഫസ്റ്റത്തെ എന്താ പറഞ്ഞ? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഫംഗ്ഷനാണ്. ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിക്കുന്നത് കൊണ്ട് ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. കണ്ടോ? ഒരാളെ സെലക്ട് ചെയ്യാൻ 1000 പേര് ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ട് പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്.
രണ്ടാമത്തെ എന്താണ്? ഇറ്റ് ഈസ് എ മാനേജറിയൽ എന്ന് വെച്ചാൽ മാനേജറിയൽ എന്ന് പറഞ്ഞാൽ ഭരണ നിർവഹണ ചുമതലയുള്ളതോ ഒരു ഓൺഗോയിങ് പ്രോസസ് ആണ്, എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ് ആണ്. ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് എ സിംഗിൾ ടാസ്ക്, ഒറ്റ ടാസ്കിൽ തീരൂല. എന്താ ഒരു ചെയിൻ ഓഫ് ടാസ്ക് ഉണ്ട്. ഈ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആണ്. കുറെ കടമകൾ അവിടെ കടക്കാനുണ്ട്. പല സ്റ്റെപ്പുകൾ കടന്ന് വേണം ഒരാളെ നിയമിക്കാൻ. അല്ലാതെ വഴിക്കക്കടെ പോണ ഒരാളെ കൊണ്ടുവന്ന് നമുക്ക് എന്താ പറയാ, വഴിക്കങ്ങനെ പോണ ഒരാളെ കൊണ്ടുവന്ന് അവിടെ നമുക്ക് ഇരുത്താൻ പറ്റൂല്ലോ. എന്താ പറഞ്ഞേക്കുന്നത്? അത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ക്ലിയർ ആയോ? ഇനി അടുത്തൊന്ന് നോക്കിയേ, പെർവാസീവ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ വിസ്പേർഡ്, വ്യാപകമായതാണ്. വിസ്പേർഡ് എന്നാട്ടോ പെർവാസീവ് എന്ന് പറഞ്ഞാൽ വ്യാപകമായ. എന്താണ്? റിക്രൂട്ട്മെന്റ് ഈസ് ആൻ ആക്ടിവിറ്റി which take place in every organization. എല്ലാ സ്ഥാപനത്തിലും നടക്കുന്ന ഒരു പ്രവർത്തനം അല്ലേ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്? അല്ലേ? നമ്മുടെ സ്ഥാപനത്തിൽ മാത്രമാണോ റിക്രൂട്ട്മെന്റ് നടത്തുള്ളൂ? വേറെ സ്ഥലങ്ങളിലും വേറെ സ്ഥാപനങ്ങളിലും ഒക്കെ റിക്രൂട്ട്മെന്റ് നടത്തും. അതെന്ന് പറഞ്ഞാൽ എല്ലാ ഓർഗനൈസേഷനിലും നടപ്പിലാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ആക്ടിവിറ്റി വിച്ച് ടേക്ക് പ്ലേസ് ഇൻ എവറി ഓർഗനൈസേഷൻ. എല്ലാ സ്ഥാപനത്തിലും നടപ്പിലാക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്, പ്രവർത്തനമാണ് റിക്രൂട്ട്മെന്റ്. Therefore it is a dominant function. അതുകൊണ്ട് അത് പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ക്വാളിഫൈഡ് ആയിട്ടില്ലാത്ത, എബിലിറ്റി ഇല്ലാത്ത, ഒരു കഴിവില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് ഇതായിരുന്ന ആ സ്ഥാപനം എപ്പോ കൂട്ടിന്ന് വെച്ചാൽ അതില്ലേ? അല്ലേ? ഒന്നും അറിയില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് വലിയൊരു മാനേജറിന്റെ പോസ്റ്റിലേക്ക് ഇരുത്തി കഴിഞ്ഞാൽ എപ്പോ ആ സ്ഥാപനം കൂട്ടി വെച്ചെന്ന് വെച്ചാൽ അതുകൊണ്ട് എന്താ, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റിക്രൂട്ട്മെന്റ്. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കഴിവുള്ള ആളുകളെ നോക്കി വേണം സെലക്ട് ചെയ്യാൻ. However, its volume and nature differs according to the type and size of the organization. അണ്ടർലൈൻ ചെയ്തോട്ടോ. വോളിയം, അതിന്റെ വോളിയം, വ്യാപ്തിയും സ്വഭാവവും ഒക്കെ വ്യത്യാസപ്പെടുന്ന റിക്രൂട്ട്മെന്റില് എന്തനുസരിച്ച്? ടൈപ്പ് ആൻഡ് സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷന്റെ വലിപ്പത്തിലും അതിന്റെ ടൈപ്പും ഏത് തരാന്നനുസരിച്ച് നമുക്ക് എന്താണ് ആ റിക്രൂട്ട്മെന്റിന്റെ നേച്ചർ വ്യത്യാസപ്പെടാം. ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ റിക്രൂട്ട്മെന്റ് രീതി പോലെ ആയിരിക്കില്ല വേറെ സ്ഥാപനത്തിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. വോളിയം ആൻഡ് നേച്ചർ ഡിഫേഴ്സ് അക്കോർഡിംഗ് ടു ദ റിക്രൂട്ട്മെന്റ് വോളിയവും നേച്ചറും വ്യത്യാസപ്പെടും. എന്തനുസരിച്ച്? അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ആൻഡ് സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ടൈപ്പ് അനുസരിച്ച് അല്ലെ, തരം അനുസരിച്ച്, വലിപ്പം അനുസരിച്ച് വ്യത്യാസപ്പെടാം. ഇനി അടുത്ത നോക്കി, അടുത്ത നേച്ചർ എന്താണ്? ടു വേ പ്രോസസ് ആണ്. ടു വേ എന്ന് പറയുന്നത് നമ്മുടെ ടു വേ പ്രോസസ് അല്ലേ? ഞാൻ പറയുന്നു, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് പോകുന്നു. ക്ലിയർ അല്ലേ എന്ന് ചോദിക്കുന്നു, തമ്പിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിസ്സേ ഒന്നോടെ പറയാൻ പറയുന്നു. ഇത് ടു വേ പ്രോസസ് തന്നെയല്ലേ? ഡയറക്റ്റ് നമ്മൾ സംസാരിക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ. മെസ്സേജിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് ഇതൊരു ടു വേ പ്രോസസ്സാണ്. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നതും എന്താണ്? ഒരു ടു വേ പ്രോസസ് ആണ്. ടു വേ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഇൻവോൾവ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. അത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉള്ള ഒരു സാധ്യതയുള്ള ഒരു ഇതാണ്. ഇറ്റ് ഈസ് എ ടു വേ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് ആരൊക്കെയാന്ന് നോക്കിയേ? റിക്രൂട്ടർ ആൻഡ് റിക്രൂട്ടി. രണ്ടാമത്തെ നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കി. രണ്ടാമത്തെ കിടന്ന് റിക്രൂട്ടറും റിക്രൂട്ടി. RECRUIT ആട്ടോ അവിടെ. ഈന്നാണ് രണ്ടാമത്തെ കിടക്കണത്. റിക്രൂട്ടിന്നാണ്. കറക്റ്റ് ചെയ്തോ? ടെക്സ്റ്റിൽ കറക്റ്റ് അല്ലെങ്കിൽ ഒന്ന് ശരിയാക്കിയേ. റിക്രൂട്ടി. ഇറ്റ് ഈസ് എ ടു വേ പ്രോസസ് ഇൻവോൾവ്സ് എ റിക്രൂട്ടർ ആൻഡ് എ റിക്രൂട്ടി. റിക്രൂട്ടറും റിക്രൂട്ടിയും തമ്മിലുള്ള ടു വേ പ്രോസസ് ആണ്. ഈ നമ്മുടെ HRM കോഴ്സ് പഠിക്കുമ്പോൾ ഈ രണ്ട് വാക്കും നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ആരാ റിക്രൂട്ടർ എന്ന് പറയുന്നത്? റിക്രൂട്ടർ ആരാ? നിയമിക്കുന്ന ആളാണ്. ഓക്കെ, റിക്രൂട്ട് ചെയ്യുന്ന ആളാണ് റിക്രൂട്ടർ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചവിടെ. നിയമിക്കുന്ന ആളാണ് റിക്രൂട്ടർ. ഇനി റിക്രൂട്ടി ആരാ? RECRUITE. റിക്രൂട്ടി ആരാ? നിയമിക്കപ്പെടേണ്ട ആള് അല്ലേ? കാൻഡിഡേറ്റ്സ് ആണ് റിക്രൂട്ടി എന്ന് പറയുന്നത്. ക്ലിയർ ചെയ്തോ? അത് അവർ തമ്മിൽ, റിക്രൂട്ടറും റിക്രൂട്ടിയും തമ്മിലുള്ള ഒരു ടു വേ പ്രോസസ് ആണ്. അതാണ് ഒരു നേച്ചർ ആണ് കേട്ടോ. ടു വേ പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ്. കിട്ടിയോ? ക്ലിയർ ആയിക്കോ? അത് കറക്റ്റ് ചെയ്തോ?
രണ്ടുപേർക്കും ഓക്കെ ചോയ്സ്. രണ്ടുപേർക്കും ചോയ്സ് ഉണ്ട് അവിടെ. ഒരാൾ റേഡിയോ അല്ല, ഒരാൾ പറയുന്നത് മാത്രം കേൾക്കല്ല. എന്താ പറയാ, രണ്ടുപേർക്കും അവിടെ ചോയ്സ് ഉണ്ട്. ദ റിക്രൂട്ടർ ക്യാൻ ചൂസ് whom to select. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ, അത് അങ്ങനെ തന്നെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ആരാണ് ചൂസ് ചെയ്യുന്നത്? ഡാഷ് ക്യാൻ ചൂസ് whom to select. ആരെ സെലക്ട് ചെയ്യണം എന്ന് ചൂസ് ചെയ്യുന്നത് ആരാണ്? റിക്രൂട്ടർ ആണ്. അണ്ടർലൈൻ ചെയ്തോട്ടോ, റിക്രൂട്ടർ ആണ്. ആരെ സെലക്ട് ചെയ്യണം, നമ്മുടെ കമ്പനിയിലേക്ക് ആരെ സെലക്ട് ചെയ്യണം എന്ന് പറയുന്നത് ആരാണ്, എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ആരാണ് തീരുമാനിക്കുന്നത്? ആരാണ് തീരുമാനിക്കുന്നത്? റിക്രൂട്ടർ. റിക്രൂട്ടർ ആണ് ആരെ സെലക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. റിക്രൂട്ടർ ഹാസ് ദ ചോയ്സ് ഓഫ് സെലക്ടിങ് ദ ഓർഗനൈസേഷൻ ഇൻ വിച്ച് ഹി വാണ്ട്സ് ടു വർക്ക്. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, റിക്രൂട്ടർക്ക് എന്തുണ്ട്? ചോയ്സ് ഉണ്ട്. എന്തിന്? ആ ഓർഗനൈസേഷനില്, ആ ഒരു സ്ഥാപനത്തിലേക്ക് അവിടുത്തെ വർക്കിന് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാനുള്ള ഈ ഒരു എന്താ സെലക്ട് ചെയ്യുന്നത് ആരാണ്? റിക്രൂട്ടർ ആണ്. Who selects and recruit who selects the organization in which he wants to work. Candidates ne select ചെയ്യുന്നു കേട്ടോ. Who select the candidates എന്താണ്? Dash is someone അങ്ങനെ ചോദിക്കാം, അങ്ങനെ എല്ലാം ചോദിക്കാം സെന്റൻസ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ അത്. റിക്രൂട്ടർക്ക് എന്തുണ്ട്? ചോയ്സ് ഉണ്ട് അല്ലെ, സെലക്ടിങ് ദ ഓർഗനൈസേഷൻ. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചേ, ആ സെന്റൻസിന് തൊട്ട് മുന്നോളം നോക്കി. അവിടെയും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്നും തിരുത്തി വെച്ചോട്ടോ, പിന്നെ അത് നോക്കും. അപ്പൊ നമുക്ക് റിക്രൂട്ടർ എന്ന് പറഞ്ഞ ആരാണ്? ഓർഗനൈസേഷനിലേക്ക് സെലക്ട് ചെയ്യുന്ന ആളാണ് അല്ലെ, റിക്രൂട്ടർ. അത് ശരിയാക്കിയോ? സ്പെല്ലിംഗ് കറക്റ്റ് ആക്കി അത് അണ്ടർലൈൻ ചെയ്തോ? ആ ഒരു സ്ഥാപനത്തിലേക്ക് ചൂസ് ചെയ്യുന്ന ആള് അല്ലെ, തെരഞ്ഞെടുത്ത റിക്രൂട്ടർ. അടുത്തത് നോക്കിയേ, ആഫ്റ്റർ റിക്രൂട്ടിംഗ് ആണ് കേട്ടോ. അത് ഞാൻ വിട്ടുപോയതാണ്. റിക്രൂട്ടിംഗ് RECRUITEE കേട്ടോ. അത് രണ്ടാമത്തത് റിക്രൂട്ടിംഗ് ചെയ്തത്. റിക്രൂട്ടിംഗ് ഹാസ് ദ ചോയ്സ്. റിക്രൂട്ടിംഗ് എന്ത് ചോയ്സ് ഉണ്ട്? സെലക്ട് ചെയ്യുന്നത് റിക്രൂട്ടർ ആണ്. ഇനി റിക്രൂട്ടിംഗ് എന്തിന് ചോയ്സ് ഉണ്ട്? ദ ഓർഗനൈസേഷൻ ഇൻ വിച്ച് ഹി വാണ്ട്സ് ടു വർക്ക്. ഏത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള ചോയ്സ് ആർക്കുണ്ട്? റിക്രൂട്ടിംഗ് ഉണ്ട് അല്ലെ. എനിക്കൊരു ആപ്ലിക്കേഷൻ വന്നു, അപ്പൊ 2 കമ്പനിയിൽ എനിക്ക് ഓഫർ വന്നു. എനിക്ക് ഏത് കമ്പനിയിൽ സെലക്ട് ചെയ്യണം തീരുമാനിക്കുന്നത് ആരാ? ഞാനല്ലേ അല്ലെ. എനിക്ക് തീരുമാനിക്കാം, എനിക്ക് ചോയ്സ് ഉണ്ട് ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യണം. അതാണ് കേട്ടോ ആ സെന്റൻസ്. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചത്, അത് ഇമ്പോർട്ടന്റും ആണത്. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന 2-way പ്രോസസ് ആണെന്ന് പറഞ്ഞു. ആരൊക്കെ തമ്മിലുള്ളത്? റിക്രൂട്ടറും റിക്രൂട്ടിയും. ഓക്കെ, ക്ലിയർ ആണോ അത്? റിക്രൂട്ടിയും തമ്മിലുള്ള റിക്രൂട്ടിയും തമ്മിലുള്ള 2-way പ്രോസസ്. ഇനി 2 പേർക്കും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. റിക്രൂട്ടറിന് എന്തിനുള്ള ഇതുണ്ട്? അവർക്ക് ചൂസ് ചെയ്യാം അല്ലെ, ചൂസ് ചെയ്യാം ആരെ നിയമിക്കണം എന്ന് ചൂസ് ചെയ്യാൻ റിക്രൂട്ടർക്ക് ചോയ്സ് ഉണ്ട്. എന്നാൽ റിക്രൂട്ടിനാക്കിയത് റിക്രൂട്ടിക്ക് എന്തുണ്ട്? ഫസ്റ്റ് ചോയ്സ്. റിക്രൂട്ടിക്ക് എന്തിനാ ചോയ്സ് ഉള്ളത്? of selecting the organization in which he wants to work. അവൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ, ഏത് ഓർഗനൈസേഷൻ, ഏത് സ്ഥാപനത്തിന് വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള ചോയ്സ് റിക്രൂട്ടിംഗ് ഉണ്ട്. കറക്റ്റ് ചെയ്തോ? രണ്ടെണ്ണവും? അതെല്ലാം അത് തന്നെ പറയുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ആവരുത്. ഇനി ആർക്കെങ്കിലും ക്ലിയർ ആവാത്തുണ്ടോ? അത് ക്ലിയർ ആണോ? ആര് സെലക്ട് ചെയ്യണം, അത് രണ്ടും ഒന്ന് മനസ്സിലാക്കി വെക്കട്ടോ. റിക്രൂട്ടറിനെ എന്തിനു ചൂസ് ചെയ്യാൻ, ആര് സെലക്ട് ചെയ്യണമെന്ന് ചൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ രണ്ടാമതൊന്നും തിരുത്തണം കേട്ടോ, അവിടെ 2 മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റിക്രൂട്ടിംഗ് ആണ്. റിക്രൂട്ടിക്ക് എന്തുണ്ട്? RECRUITEE. റിക്രൂട്ടിക്ക് ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം അവിടുന്ന് തീരുമാനിക്കാൻ അല്ലെ, ഏത് സ്ഥാപനം തിരഞ്ഞെടുക്കണം എന്ന് ചൂസ് ചെയ്യാനുള്ള അധികാരം റിക്രൂട്ടിക്ക് ഉണ്ട്.
ഉണ്ട്. അത് 2 സെന്റൻസ് അണ്ടർലൈൻ ചെയ്തത്. ഇനി അടുത്തൊരു നേച്ചർ ആണ് ലിങ്കിങ് ആക്ടിവിറ്റി. ഇതൊരു ലിങ്കിങ് ആക്ടിവിറ്റി ആണ്. ഇറ്റ് ബ്രിങ് ടുഗദർ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ആൻഡ് hence is considered to be a linking activity. ഇത് ആരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? എംപ്ലോയറിനെ. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ആരാ? എംപ്ലോയർ ആരാ? തൊഴിലുടമ. അറിയില്ലാത്തവരെ എഴുതി വെക്കുക കേട്ടോ. തൊഴിലുടമ. ആൻഡ് എംപ്ലോയർ. എംപ്ലോയർ ആൻഡ് ദ എംപ്ലോയി ആരാ? തൊഴിലാളി. തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള ഒരു നല്ലൊരു കണക്ഷൻ അല്ലെ, ഒരു ലിങ്കിങ് ആക്ടിവിറ്റി ആണ്. Hence it is considered to be a linking activity. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ലിങ്കിങ് ആക്ടിവിറ്റി ആണ്. അപ്പൊ ഇവിടെ ചോദിക്കാട്ടെ എക്സാമിന്, ഐഡന്റിഫൈ ദ നേച്ചർ ഓഫ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിന്റെ നേച്ചർ ഐഡന്റിഫൈ ചെയ്യുക. പോസിറ്റീവ് ഫംഗ്ഷൻ ഓപ്ഷൻ എയിൽ പോസിറ്റീവ് ഫംഗ്ഷൻ കൊടുക്കും, ഓപ്ഷൻ ബിയിൽ 2-way പ്രോസസ് കൊടുക്കും, സിയിൽ കണ്ടിന്യൂസ് പ്രോസസ്, ഡിയിൽ ഓൾ ഓഫ് ദ എബോവ്. അപ്പൊ എല്ലാം നേച്ചർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ എന്താ 5ാമത്തെ പോയിന്റ്? എന്താ നേച്ചർ? എന്താ? ഇതൊരു ലിങ്കിങ് ആക്ടിവിറ്റി ആണ്. എംപ്ലോയറിനെയും ആരെയും എംപ്ലോയിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു, അവരെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു ലിങ്കിങ് ആക്ടിവിറ്റി ആണ്. ഒരുമിച്ച് കൊണ്ടുവരികയാണ് അല്ലെ. രണ്ടുപേരും ഒരുപോലെ നിന്നാലല്ലേ അതിന് വിജയം ഉണ്ടാവുള്ളൂ. എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നല്ലൊരു കണക്ഷൻ വേണം, എന്നാലാണ് ആ സ്ഥാപനം വിജയിക്കുള്ളൂ അല്ലെ. എന്നാലും ആ സ്ഥാപനത്തിന് ഒരു ഉയർച്ച ഉണ്ടാവുള്ളൂ. രണ്ടുപേരും നല്ലൊരു റിലേഷൻഷിപ്പ് വേണം. അതൊരു ലിങ്കിങ് ആക്ടിവിറ്റി ആണ്. അടുത്ത നേച്ചർ കോംപ്ലക്സ് ജോബ് ആണ്. ദ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഈസ് എ കോംപ്ലക്സ്. കോംപ്ലക്സ് ആണെന്ന് വെച്ചാൽ എന്താ? സങ്കീർണമാണ്. അറിയില്ലാത്തവർ എഴുതി വെച്ചോട്ടോ. സങ്കീർണമായ ഒരു പ്രോസസ് ആണ്. എന്താണ്? ഇസ് ഡ്യൂ ടു ദ ന്യൂമറസ് ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ ലിമിറ്റ് മാനേജേഴ്സ് ഫ്രീഡം. എന്ത് ചെയ്യുന്നു? ഇത് മാനേജറിന്റെ ഫ്രീഡത്തെ ലിമിറ്റ് ചെയ്യുന്നു. എന്താ പറഞ്ഞത്? ഇത് മാനേജറിന്റെ ഫ്രീഡത്തെ ലിമിറ്റ് ചെയ്യുന്നു. എന്താണ്? മാനേജറിന് ഇഷ്ടമുള്ളവരെ ഇത് ചെയ്യാൻ പറ്റുമോ? അതിനൊരു പോളിസി ഉണ്ട്, റിക്രൂട്ട്മെന്റ് പോളിസി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാനാണ് ആ സ്ഥാപനത്തിന്റെ ഹെഡ്, എനിക്ക് റിക്രൂട്ട് ചെയ്യാൻ എന്റെ ഫ്രണ്ടിനെ എനിക്ക് പേഴ്സണലി അവിടെ നിയമിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതെന്ത് ചെയ്യുന്നു? മാനേജറിന്റെ ആ ഒരു സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അത് കാരണം ഇതെന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് പ്രോസസ് ആണ്. പല ഘടകങ്ങളുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് അതൊരു കോംപ്ലക്സ് ആണ്, ഒരു സങ്കീർണമായ പ്രവർത്തനമാണ്. റിക്രൂട്ട്മെന്റ് പ്രോസസ് ഈസ് എ കോംപ്ലക്സ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഇതൊരു സങ്കീർണമായ പ്രവർത്തനമാണ്. എന്തുകൊണ്ടാ? ഡ്യൂ ടു ദ ന്യൂമറസ് ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ ലിമിറ്റ് ദ മാനേജ്മെന്റ് ഫ്രീഡം. മാനേജ്മെന്റിന്റെ ഫ്രീഡത്തെ, അതിന്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്? ഒരു കോംപ്ലക്സ് പ്രോസസ് ആണ്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? റിക്രൂട്ട്മെന്റ് നേച്ചർ കിട്ടിയോ? പോസിറ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. എന്താ? കുറെ ആളുകളെ സൃഷ്ടിക്കുന്നത് കൊണ്ട്. കണ്ടിന്യൂസ്, ഇത് ഒരു സമയത്ത് റിക്രൂട്ട് ചെയ്താൽ നിന്ന് പോണ കാര്യമല്ല. എപ്പോഴെപ്പോഴും റിക്രൂട്ട്മെന്റ് നടക്കും. ഓൺഗോയിങ് പ്രോസസ് ആണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്. പിന്നെ അത് പെർവാസീവ് ഫംഗ്ഷൻ, വ്യാപകമായ ഒരു ഫംഗ്ഷൻസ് ആണ് അല്ലെ. ഡോമിനന്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ വോളിയം നേച്ചറും വ്യത്യാസപ്പെട്ടിരിക്കും ഏതിനേക്കാളും. അത് ആ ഓർഗനൈസേഷന്റെ വലിപ്പം അനുസരിച്ച്. പിന്നെ പറഞ്ഞത് ഒരു 2-way പ്രോസസ് ആണെന്ന് പറഞ്ഞു അല്ലെ. ആരൊക്കെ തമ്മിലുള്ളതാണ് 2-way പ്രോസസ്സിൽ? ആരൊക്കെ വരുന്നത്? റിക്രൂട്ടറും റിക്രൂട്ടിയും. ഇത് ഇവിടെയാട്ടോ ഞാനത് ഇതാക്കി തരേ. കണ്ടോ? ഈ ഗ്രീനിൽ വെച്ചില്ലേ, അവിടെ ആ സ്പെല്ലിംഗ് റിക്രൂട്ടിംഗ് ആക്കണം കേട്ടോ. RECRUITEE. സ്ക്രീൻ കാണുന്നില്ലേ? അവിടെ റിക്രൂട്ടീന്ന് ആക്കണം. പിന്നെ ഇവിടെയും റിക്രൂട്ടീന്ന് ആക്കണം. അത് രണ്ടും ആ ടെക്സ്റ്റിൽ വന്നേക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. 2 എണ്ണം കണ്ടോ? ഞാനിപ്പോ ഇവിടെ ബോൾഡ് ചെയ്തിട്ടേക്കണ കണ്ടോ? അത് രണ്ടും കറക്റ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. എല്ലാവരും കറക്റ്റ് ചെയ്തെടുത്തോ? അതൊരു 2-way പ്രോസസ് ആണെന്ന് പറഞ്ഞു. ആരൊക്കെ തമ്മിലാ? റിക്രൂട്ടറും റിക്രൂട്ടിയും തമ്മിലുള്ള 2-way പ്രോസസ് ആണ്. രണ്ടുപേർക്കും ചോയ്സ് ഉണ്ട്. റിക്രൂട്ടറിന് എന്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്? ആരെ സെലക്ട് ചെയ്യണം എന്നുള്ളൊരു ചോയ്സ് ഉണ്ട്. ഓക്കെ, ആരെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആരെ സെലക്ട് ചെയ്യണം എന്നുള്ളത് റിക്രൂട്ടിക്ക് ചോയ്സ് ഉണ്ട്. എന്നാൽ റിക്രൂട്ടിക്കോ? റിക്രൂട്ടി RECRUITEE. റിക്രൂട്ടിക്ക് എന്തിനുള്ള ചോയ്സ് ഉണ്ട്? ഏത് സ്ഥാപനം തിരഞ്ഞെടുക്കണം എന്ന് കണ്ടോ?
Recruitee has the choice of selecting the organization in which he wants to work. ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം, ആ ഒരു സ്ഥാപനം ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം റിക്രൂട്ടിക്കുമുണ്ട്. ആര് സെലക്ട് ചെയ്യണം എന്നുള്ള സ്വാതന്ത്ര്യം റിക്രൂട്ടർക്കും ഉണ്ട്. ഇപ്പൊ ഞാൻ 2 പച്ചയിൽ അവിടെ ഇൻവോൾവ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് രണ്ടിലും റിക്രൂട്ടീന്ന് തിരുത്തുക കേട്ടോ. ഇപ്പൊ ക്ലിയർ ആയോ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ എന്നെടുത്ത് അത്രയും എല്ലാരും ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ വായിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ വായിക്കണം, അത് നിർബന്ധമാണ് കേട്ടോ. എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ പ്രോസസ്സ് പറഞ്ഞു. പിന്നെ നമ്മൾ 3 വ്യക്തികള് റിക്രൂട്ട്മെന്റിന് കൊടുത്തേക്കുന്ന ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. അത് ആർക്കുടെ ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യേണ്ട. ആ ഡെഫിനിഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആർക്കുടെ ഡെഫിനിഷൻ ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞത് നേച്ചർ ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. റിക്രൂട്ട്മെന്റിന്റെ സ്വഭാവം എന്തൊക്കെയാണ്, പ്രത്യേകതകൾ പോസിറ്റീവ് ആണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്, പെർവാസീവ് ഫംഗ്ഷൻ ആണ്, ഒരു 2-way പ്രോസസ് ആണ്, ലിങ്കിങ് ആക്ടിവിറ്റി ഉണ്ട്, കോംപ്ലക്സ് ജോബ്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഇന്ന് തന്നെ എല്ലാവരും വായിച്ചു വെക്കുക. ക്ലിയർ ആണല്ലേ? ഇന്ന് തന്നെ വായിച്ചു വെക്കണം കേട്ടോ. അത് കറക്റ്റ് ആയിട്ട് പോകണം. പിന്നെ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഞാനൊരു 5 ക്വസ്റ്റ്യൻ കൊടുക്കും. അത് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് എല്ലാ ദിവസവും എടുക്കുന്ന ക്ലാസ്സിൽ നിന്ന് ഒരു 5 ഇത്ര എടുത്ത അത്രയിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ കൊടുക്കും. നാളത്തേക്ക് നിങ്ങൾക്ക് അത് കിട്ടും. അപ്പൊ എല്ലാവരും മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം കേട്ടോ. ആ കാര്യം പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്? അത് കറക്റ്റ് ആയിട്ട് ചെയ്തു പോകാം. മോക്ക് ടെസ്റ്റിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമുക്ക് എക്സാമിന്. അപ്പൊ അതും കറക്റ്റ് ആയിട്ട് ചെയ്തു പോകാം. അപ്പൊ എല്ലാവർക്കും നല്ല മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഒന്നും ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവായികയുണ്ടോ? സ്പീഡ് കൂടുതലുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? 1ാമത്തെ ക്ലാസ് ആണ്. അപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരെങ്കിലും ഒന്ന് പറയോ? ഓക്കെ ആണോ? ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ഓക്കെ ആണോ? മനസ്സിലാവണില്ലേ? ഓക്കെ, മനസ്സിലാവുന്നുണ്ട് മാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോ ഗ്യാപ്പ് ഇട്ട് കയറിയവരൊക്കെ ഉണ്ടാവും ക്ലാസ്സില്. നമ്മൾ കുറച്ചു നാളൊക്കെ പഠിക്കാൻ അവര് ഒരു ബുദ്ധിമുട്ട് വിചാരിക്കണ്ട. അവര് അപ്പൊ ഇവരെക്കാളും ബെറ്റർ ആയിട്ട് പോരും. പിന്നെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ. നമ്മൾ മലയാളം ഒക്കെ പറയുന്നതേ അറിയില്ലാത്തതാണെങ്കിൽ ഒന്ന് അതിന്റെ മുകളിലൊന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ഇവിടുത്തെ ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ആയിരിക്കും വരുന്നത്. അത് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ച് നോക്കാം കേട്ടോ. ഓഫീസിലേക്കൊന്ന് വിളിച്ച് അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പത്തേക്ക് ഇത്രയും മറന്നു പോകരുത്. റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ എന്താണ്, റിക്രൂട്ടർ ആരാ, ഇതൊക്കെ നമ്മൾ മറന്നു പോകരുത് കേട്ടോ. ഇന്ന് തന്നെ വായിച്ചു വെക്കണം എല്ലാവരും. ഓക്കെ അല്ലേ? അപ്പൊ തമ്പൊന്ന് അടിച്ചേ. ഓക്കെ ആണുള്ളവര് ഓക്കെ അല്ലേ? ക്ലാസ് ഇന്ന് വായിച്ചു വെക്കണേ. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്ത ആഴ്ച നമ്മൾ കാണുള്ളൂ. ഈ ആഴ്ച ഒരു ക്ലാസ്സേ എനിക്കുള്ളൂ. അടുത്ത ആഴ്ചയെല്ലാം വരുള്ളൂ. അപ്പത്തേക്കും മറന്നു പോകരുത്. ഓക്കെ, ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു കേട്ടോ. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.